പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഞങ്ങളുടെ അനന്തമായ സ്നേഹത്താൽ എൻ്റെ ഹൃദയം കുത്തിത്തുറന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കരുണയൊഴുക്കിയ സമയം, ഈ ഒരു നിമിഷം കരുണയുടെ ഈ തിരുമണിക്കൂറിൽ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവേ നിന്റെ അടുക്കലേക്ക് വരുന്ന ആരെയും നീ തള്ളിക്കളയത്തില്ല. നീ ഞങ്ങൾക്ക് നൽകിയൊരു വലിയ ഉറപ്പാണ്. അനുതാപത്തോടെ കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് കർത്താവിലേക്ക് തിരിയുന്നവരെ ദൈവം ചേർത്ത് പിടിക്കുകയും കരുണയാൽ ചേർത്ത് പിടിക്കുകയും അന്ത്യവിധിയുടെ ദിവസത്തിൽ ഒരൊരിക്കലും കർത്താവിൻ്റെ നീതിയുടെ വാതിലിലൂടെ പ്രവേശിക്കേണ്ടി വരത്തില്ല. ദൈവം നൽകിയൊരു വലിയ ഉറപ്പായിരുന്നു. ഈശോയെ, ഈ തിരുമണിക്കൂറിൽ നിന്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനോടൊപ്പം ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നതിന് നമ്മുടെ ജീവിതം എന്തെങ്കിലും തടസ്സമായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി കരുണയുടെ വലിയ നീർച്ചാലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുവാൻ വിധം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭത്തിൽ നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ച് ലൂക്കാസ് സുവിശേഷകൻ സുവിശേഷം എഴുതുന്നു. അതുപോലെ തന്നെ അത് ഓരോ കാര്യങ്ങളും അത്രമാത്രം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷകൻ സുവിശേഷത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്രമാത്രം തീക്ഷ്ണതയോടെ ഈ ഒരു വലിയ സുവിശേഷം എഴുതുന്നതിൻ്റെ പിന്നിലെ രഹസ്യം, അത് വചനത്തിൻ്റെ വലിയ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ടും ലൂക്കാസ് സുവിശേഷം പറയുന്നു. 1-ാം അധ്യായം അതിന് 4-ാം തിരുവചനം പറയുന്നു, അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. അത് എഴുതി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ ആഴവും വ്യാപ്തിയും അതിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മൾ മനസ്സിലാക്കാനും വിശ്വസ്തയോടെ അത് നമ്മുടെ ബോധ്യങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ ഈശോയുടെ കൂടെ നടന്ന് ഈശോയെ അത്രമാത്രം ആ ഒരു ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു കുടുംബത്തെ കാണുന്നുണ്ട്. ഈശോയ്ക്ക് മുന്നോടിയായിട്ട് കടന്നു വന്ന യോഹന്നാൻ്റെ കുടുംബം, എലിസബത്തും സക്കറിയായും, അവരെക്കുറിച്ച് വചനം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന പുരോഹിതനുണ്ടായിരുന്നു. പുരോഹിത വംശത്തിൽപ്പെട്ട സക്കറിയായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, അതായത് ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം. വീണ്ടും വചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്, എലിസബത്തും സക്കറിയായും അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠനും
കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഇതുപോലെയുള്ള ഒരു വിശേഷണം ചില വ്യക്തികൾക്ക് മാത്രമേ വചനത്തിൽ കൊടുത്തിട്ടുള്ളൂ. ഇവരെക്കുറിച്ച് പറയുന്നത് അതുപോലെ നീതിനിഷ്ഠരായിരുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ കൃത്യമായും പാലിച്ചിരുന്നു. അതായത് ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. അതായത് ദൈവത്തെ ചുറ്റിപ്പറ്റി ദൈവം തരുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിച്ചിരുന്ന ഒരു കുടുംബത്തെയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. ആ ഒരു കുടുംബത്തിൽ അവിടെ കാണുന്ന അവരുടെ ഒരു ജീവിതത്തിലെ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നൊമ്പരവുമായിരുന്നു അതിനുശേഷമുള്ള വചനത്തിൽ പറയുക. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു കുടുംബമാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരമായിരുന്നു അവർക്ക് മക്കളില്ലായിരുന്നു എന്നുള്ളത്. യഹൂദരുടെ ആ ഒരു വിശ്വാസം അനുസരിച്ച് മക്കൾ ലഭിക്കുക എന്നത് ദൈവത്തിൻ്റെ വലിയ ദാനം തന്നെയാണ്. പക്ഷെ മക്കളെ ലഭിക്കാതിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കുറഞ്ഞു പോയോ എന്നൊരു വലിയ ചിന്തയോടെ ഒത്തിരിയേറെ നൊമ്പരത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു കുടുംബത്തെ അവിടെ കാണാൻ പറ്റും. വീണ്ടും ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അത്ഭുതകരമായി ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്, വന്ധ്യയായ എലിസബത്ത് നീ ഒരു പുത്രനെ പ്രസവിക്കും. വീണ്ടും എപ്രകാരമാണ് അവർക്ക് ജനിക്കാൻ പോകുന്ന ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതം എന്നുള്ള കാര്യം കൃത്യമായിട്ടും ദൂതൻ മറുപടി പറയുന്നുണ്ട്. അവിടെ ഓരോ പ്രാവശ്യവും അവർ അത്രമാത്രം ഏലിയായുടെ തീഷ്ണതയോടെ ക്രിസ്തുവിൻ്റെ വരവിനെ അറിയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അത്രമാത്രം ഒരു വലിയ തീക്ഷ്ണതയോടുകൂടെയാണ് സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ സക്രിയായി അറിയിക്കുക. അതിനുശേഷം എലിസബത്ത് ഗർഭിണിയായി കാണപ്പെടുന്നു. 5 മാസത്തോളം അവൾ വീട്ടിനകത്ത് തന്നെയാണ്, ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ. ഈ 5 മാസ സമയത്ത് അവൾ അവളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. മനുഷ്യന് അപ്രാപ്യമെന്ന് കരുതിയത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നിരിക്കുന്നു. അതായത് ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് കരുതിയിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ അവൾ തിരിച്ചറിഞ്ഞൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് പുറകോട്ട് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എലിസബത്തിന് മനസ്സിലായൊരു കാര്യം, കർത്താവ് എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. കർത്താവ് എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നാണം കെടാനും അല്ലെങ്കിൽ എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ദൈവം എന്നെ കടാക്ഷിച്ചു. ദൈവം എന്നോട് കരുണ കാണിച്ച് മനുഷ്യർക്ക് അപ്രാപ്യം എന്നത് ദൈവം എനിക്ക് സാധ്യമാക്കി തന്നു. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനം. എലിസബത്തിൻ്റെ ആ ഒരു വിശ്വാസ പ്രഖ്യാപനം, അതായത് ദൈവം എന്നോട് കരുണ കാണിച്ചു എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. അതിനുശേഷം പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്യാൻ കാണുവാനായിട്ട് വരുന്ന സമയത്തൊക്കെ ദൈവം പരസ്പരം കരുണ കാണിച്ചതിൻ്റെ ആ വലിയ സന്തോഷമാണ് അവർ പങ്കുവയ്ക്കുന്നതൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോൾ ചില സഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മളും പലപ്പോഴും വിചാരിക്കും, കർത്താവേ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് ചേർന്ന് ചെയ്യുന്നുണ്ടല്ലോ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ ദേവാലയത്തിൽ പോകുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സഹനങ്ങൾ തന്നത്? നമ്മുടെ സഹനങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയത് എല്ലാം എൻ്റെ നല്ലതിനാണ്, അത് എൻ്റെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് നമുക്കും എലിസബത്തിനെ പോലെ പറയാൻ പറ്റും, ദൈവം എൻ്റെ ജീവിതത്തിൽ കരുണ കാണിച്ചു. ഓരോ വിശ്വാസിക്കും പറയാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കരുണ കാണിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിവോ നമ്മുടെ മേന്മയോ നമ്മുടെ സ്വാധീനമോ പണമോ സമ്പത്തോ പാരമ്പര്യമോ ഒന്നുമല്ല.
മറിച്ച് അതിനേക്കാളും ഉപരിയായിട്ട് ദൈവം എൻ്റെ ജീവിതത്തെ ഇത്രമാത്രം സ്നേഹത്തോടെ കടാക്ഷിച്ചു, ദൈവം എന്നോട് കരുണ കാണിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷത്തിന് വകയുള്ള കാര്യമാണ്. അത് തിരിച്ചറിയാൻ തുടങ്ങും. കർത്താവ് നമ്മളോട് കാണിച്ച ആ കാരുണ്യം നമ്മൾ മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അതിന് ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഏറ്റവും ശക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാകുവാനായിട്ട് വിളിക്കപ്പെട്ട ഈ ഒരു കുടുംബം, സക്കറിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബം, ദൈവം കരുണ കാണിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിയുവാനും അതിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ദൈവം ആഗ്രഹിച്ചതുപോലെ അവർ ദൈവം ദാനമായിട്ട് നല്ല മക്കളെ വളർത്തിയ ആ കുടുംബത്തെ സുവിശേഷത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റും. ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുന്ന സമയം ദൈവം നമ്മോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നതിന് ദൈവത്തോടൊപ്പം ചരിച്ച ഒരു കുടുംബം, സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ആ ഒരു കുടുംബം. സ്നാപക യോഹന്നാനെ ക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് ലോകത്തിന് സമർപ്പിക്കുന്ന ഒരു കുടുംബം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളും അപ്രകാരം ദൈവത്തിൻ്റെ കരുണ ദർശിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറുവാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്ന കുടുംബമല്ല, മറിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് കർത്താവേ ഈ സഹനങ്ങളുടെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. രോഗങ്ങളുണ്ടാകുമ്പോൾ, കടബാധ്യതകളുണ്ടാകുമ്പോൾ, നൊമ്പരങ്ങളുണ്ടാകുമ്പോൾ, പലപ്പോഴും അസ്വസ്ഥതകളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തിൽ ആശ്രയം വെച്ച് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന എല്ലാ സഹനങ്ങളെയും എൻ്റെ നന്മയ്ക്കായി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയും ക്ലേശങ്ങളുടെയും കടബാധ്യതകളുടെയും നൊമ്പരങ്ങളുടെ രോഗത്തിൻ്റെയൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും വഴി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പാപങ്ങളെയും കർത്താവേ നിൻ്റെ വലിയ കരുണയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി യാചിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്ന ഈ നിമിഷം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറുവാനായിട്ട് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും വഴി വന്നുപോയ എല്ലാ പാപങ്ങളും, പാപം വഴി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന എല്ലാ ശാപങ്ങളും, കർത്താവേ ബന്ധനങ്ങളെല്ലാം നീ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കും. നിന്റെ രക്തത്തിൻ്റെ വലിയ സംരക്ഷണത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിന്റെ വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപവും പാപ സാഹചര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് നിന്റെ ഹിതം പൂർണ്ണമായി നിവർത്തിക്കുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും നല്ലവരായ സുഹൃത്തുക്കളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. കർത്താവേ, ഓൺലൈനിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഒരു കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവേ നിന്റെ സാന്നിധ്യം ഒരു വലിയ ശക്തിയായിട്ട് അവർക്ക് മാറട്ടെ. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യമായി നീ ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ, ദിവ്യകാരുണ്യം ഞങ്ങളുടെ മുകളിൽ ഉയരുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നിന്റെ കരുണയ്ക്ക് വേണ്ടി ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് കർത്താവെ അങ്ങിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ നിന്റെ വലിയ കരുണ ചൊരിയണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.